بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب قول المحدث حدثنا أو أخبرنا وأنبأنا وقال لنا الحميدي كان عند ابن عيينة حدثنا وأخبرنا وأنبأنا وسمعت واحدا. وقال ابن مسعود حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق. وقال شقيق عن عبد الله رضي الله عنه سمعت النبي صلى الله عليه وسلم كلمة. وقال حذيفة حدثنا رسول الله صلى الله عليه وسلم حديثين. وقال أبو العالية عن ابن عباس عن النبي صلى الله عليه وسلم فيما يروي عن ربه. وقال أنس عن النبي صلى الله عليه وسلم يرويه عن ربه عز وجل. وقال أبو هريرة رضي الله عنه عن النبي صلى الله عليه وسلم يرويه عن ربكم عز وجل. ഇമാം ബുഖാരി അധ്യാപകന്മാർ പാലിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു അദബിലേക്കാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇവിടെ മുഹദ്ദിസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഹദീസ് പറയുന്ന ആള് എന്നല്ല. ഐനി പറയുന്നു വൽ മുറാദു ബിൽ മുഹദ്ദിസി അൽ ലുഗവിയ്യു, ലുഗവിയായ മാനിയാണ് ഇവിടെ ഉദ്ദേശമുള്ളത്. വഹുവല്ലദീ യുഹദ്ദിസു ഗൈറഹു, മറ്റൊരാളോട് ദീനീ കാര്യം ചർച്ച ചെയ്യുന്ന ആള് എന്നേ അർത്ഥമുള്ളൂ. ലൽ ഇസ്തിലാഹിയ്യു വഹുവല്ലദീ യസ്തഗിലു ബിൽ ഹദീസി നബവിയ്യി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട് ശോകരാകുന്ന ആള് എന്നർത്ഥത്തിനേക്കുള്ള മുഹദ്ദിസ് അല്ല ഇവിടുത്തെ മുഹദ്ദിസ്. ഇവിടെ ആമായ ലോവിയായ മുഹദ്ദിസാണ്, ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആള്. ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളെങ്ങനെ മുഹദ്ദിസ് എന്ന് പറയാ? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ദീനിയായ അള്ളാഹുവിൻ്റെ നൂറായ ഇൽമ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇൽമ്. ആ ഇൽമ് ഏതൊരാൾക്കും അവരവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് മങ്കൂലായി വരണം, ഇമാമിങ്ങളെ തൊട്ട് ഉദ്ധരിച്ച് വരണം. അത് ആ ഉദ്ധരിച്ച് വരുന്നതായ അറിവുകളാണ് ശർഈയായ ഉലൂമുകൾ. അതാണ് ഫിഖ്ഹ്, അതാണ് തഫ്സീർ, അതാണ് ഹദീസുകൾ. അപ്പം ഇങ്ങനെയുള്ള ഹദീസ് ഇൽമുകളെ ഒരാൾ മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അവൻ്റെ സ്വന്തം അഭിപ്രായം പറയലല്ല ഇൽമ്. എന്നാൽ അത് ഇൽമല്ല താനും, അത് പറയാൻ പറ്റിയതുമല്ല. പിന്നീട് മുജ്തഹിദീങ്ങളെ പറ്റി ചർച്ച വരും. മുജ്തഹിദീങ്ങൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ വ്യാഖ്യാനമായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, സ്വഹാബത്തിൻ്റെ ഇജ്മാഅ്, അതുപോലെ ഫഅ്തബിറൂ യാ ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അനുമതി നൽകിയതായ ഖിയാസുകൾ, ഇവകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുക്മുകളെ കണ്ടെത്തലാണ് അവർക്കുള്ള പണി. അവർ കണ്ടെത്തുന്നത് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഹുക്മ് കണ്ടെത്തലാണ്, അള്ളാഹിൻ്റെ നിയമം കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തുന്നത് അതും അവർ നേരിട്ട് അവരുടെ സ്വന്തം അഭിപ്രായമായി പറയുന്നതല്ല.
ഇവിടെ ഖുർആനിൻ്റെ ആശയം ഇന്നതാണ് എന്ന് ഇന്ന തെളിവ് കൊണ്ട് ഉദ്ധരിക്കലാണ് അവരുടെ പണി. അവിടെയും ഒരു ഉദ്ധരണമാണ് ഉണ്ടാവുക. ഇന്ന ആയത്താണ്, ആ ആയത്തിലേക്ക് ഇന്ന അർത്ഥത്തിലേക്ക് ഇന്നതാണ് തെളിവ്. ഇങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് അവരും സ്വന്തം അഭിപ്രായം പറയുന്നവര് എന്ന് മനസ്സിലാക്കി പോവരുത്. ഇന്നത്തെ പുത്തനാശയക്കാർ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവന് തോന്നിയത് പറയാന്നാണ് എന്നാ. ഖുർആൻ ഓതിക്കാണ്ട് ഓന് തോന്നിയ അർത്ഥം വെക്കുക, ഹദീസ് ഓതിയിട്ട് ഓന് തോന്നിയ അർത്ഥം വെക്കുക, അതുപോലെ തന്നെ ഓന് തോന്നിയ മാലിക്ക് യാസാക്കുക, ഓന് തോന്നിയതൊക്കെ ഇജ്മാ ഉണ്ട് എന്ന് പറയാം, ഓന് പറ്റിയതായ ഹദീസുകൾ ഓൻ അംഗീകരിക്കുക, എല്ലാത്തൊക്കെ ഒരാൾ തള്ളുക. ഇതാ ഓല ഇജ്തിഹാദ് പറഞ്ഞാൽ അതല്ല ഇവിടുത്തെ സംഭവം. യഥാർത്ഥത്തിൽ ഒരു ദീൻ പഠിപ്പിക്കുന്ന ആള് അവർ ചെയ്യേണ്ടത് മറ്റുള്ളവർ മഹാന്മാരെ തൊട്ട് ഹദീസുകൾ, ഖുർആനുകൾ, ഇജ്മാഉകൾ, അതുപോലെ അതിൽ നിന്ന് അവർക്ക് പരസ്പരം ബന്ധമുള്ള കാര്യങ്ങൾ, അവരതിൽ നിന്നെടുക്കുന്ന മാനകൾ, അത് അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ അവർ പ്രയോഗിക്കേണ്ട ചില പദങ്ങളുണ്ട്. പദന്താ? ഹദ്ദസനാ, അഖ്ബറനാ, അംബാന, സമിഅ്തു, അല്ലെങ്കിൽ അൻ റസൂലില്ലാഹി എന്നുള്ള പ്രയോഗങ്ങളെല്ലാം പ്രയോഗിക്കാം. അങ്ങനെ തന്നെ പ്രയോഗിച്ചു കൊണ്ടായിരിക്കണം പറയേണ്ടത്. സ്വന്തം അഭിപ്രായമായി അഖൂലു, ഞാൻ വലിയ ആളാണ്, ഞാനിങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ദീനാവൂല എന്നത് വിശദീകരിക്കുന്ന ബാബാകുന്നു ഇത്. അതാണ് ഇമാം ബുഖാരി പറഞ്ഞു ബാബു കൗലിൽ മുഹദ്ദിസ്, മുഹദ്ദിസിന്റെ കൗലിനെ ബയാൻ ചെയ്യുന്ന ബാബാണ്. മുഹദ്ദിസ് പറഞ്ഞാൽ പണ്ഡിതൻ, ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആള്. മുഹദ്ദിസ്, മുഫസ്സിർ അല്ലെങ്കിൽ ഫഖീഹ്, മൂന്നാളും പെടുന്ന മുഹദ്ദിസാണ്. എന്താ? ഹദ്ദസന, ഹദ്ദസന എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ അഖ്ബറന എന്നുള്ള വാക്ക്, അംബാന, അംബാന എന്നുള്ള വാക്കും നമ്മുടെ റിവായത്തിൽ ഔ അഖ്ബറന ഉ അംബാന. അത് മൂന്നും ഇവിടെ വാവ് ഔന മനാക്കന മൂന്നാലൊന്ന് പ്രയോഗിക്കുക അർത്ഥത്തിനേ ഉള്ളൂ, ശൈലി മാറ്റിയതാണ്. അതാ ഇമാം ബുഖാരി തുടങ്ങുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഈ മൂന്ന് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇനി സമീഅത്തു എന്നുള്ള പ്രയോഗമുണ്ട്, അതുപോലെ അൻ എന്നുപയോഗിച്ച് പറയുന്ന പ്രയോഗങ്ങളുണ്ട്. അതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അദ്യായി എഡിങ്ങായി പ്രധാനപ്പെട്ടത് കൊടുത്തതാണ്. ഇമാം ബുഖാരി തുടങ്ങുകയാണ് വഖാലനൽ ഹുമൈദിയോ. ഇമാം ബുഖാരി ഹദീസിനെ തുടങ്ങിയതായ മഹാനായ ഇമാം ഹുമൈദി വലിയ പണ്ഡിതനാണ്. അവരെ പറ്റി നമ്മൾ ആദ്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളോട് ഹുമൈദി റളിയല്ലാഹു അൻഹു എനിക്ക് പറഞ്ഞു തന്നു, കാന ഇൻദ ഇബ്നു ഉയൈനത, സുഫിയാൻ ഇബ്നു ഉയൈനന്റെ അടുക്കലായിരുന്നു ഹദ്ദസന, ഹദ്ദസന എന്ന പ്രയോഗവും അഖ്ബറന, അഖ്ബറന എന്ന പ്രയോഗവും അംബാന, അംബാന എന്ന പ്രയോഗവും സമിഅ്തു, സമിഅ്തു എന്ന പ്രയോഗവും വാഹിദ, ഒരേ പ്രയോഗമായിരുന്നു, ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്നതായിരുന്നു. വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ സ്വാദിഖുൽ മസ്തൂഖ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഏത് സ്ഥിതിയിൽ? വഹുവ നബി തങ്ങൾ അസ്വാദിഖു അൽ മസ്തൂഖു, സ്വാദിഖുമാണ് മസ്തൂഖുമാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾക്ക് അതല്ലാത്ത വേറൊരു അവസ്ഥ ഇല്ല. അതുകൊണ്ട് ആ ഹാല് ഹാലുൻ ലാസിമത്തായ ഹാലാണ്, ഇന്തികാലിയായ ഹാലല്ല അത്. എപ്പോഴും നബി തങ്ങൾ സ്വാദിഖുവാണ്, നബി തങ്ങൾ മസ്തൂഖുവാണ്. അവിടെ എന്ത് ചെയ്തു? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ് ഹദ്ദസനാ റസൂലുള്ളാഹ്. അപ്പോൾ ഹദ്ദസനാ എന്നുള്ള പദം ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ആശയമാണ്. ഇമാം ബുഖാരി ഈ ഒരു ആശയത്തിലാണ്. ഏതാശയം? ഹദ്ദസന എന്നാലും അഖ്ബർന എന്ന് പറഞ്ഞാലും അംബാന എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ പ്രയോഗത്തിനേക്ക് അവരെ തൊട്ടുദ്ധരിക്കുന്നു എന്നുള്ള അർത്ഥത്തിനേക്കാണ്. അവരെ തൊട്ടുദ്ധരിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഇമാം മുസ്ലിമിനിക്ക് വേറെ പല പണ്ഡിതന്മാർക്കും ഇതിൽ ഇജ്തിഹാദ് വ്യത്യാസം മറ്റേ ഇസ്തിലാഹിയായ സാങ്കേതികപരമായ പ്രയോഗങ്ങളുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞത് ഒരാൾ ഹദീസ് അദ്ദേഹം ഓതിക്കൊടുത്തു, എന്നാൽ ഹദ്ദസന എന്ന് പറയാ.
അവർ കേൾക്കുന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്ന് കിതാബ് നോക്കിയിട്ട് വേറൊരാൾ വായിച്ചു കൊടുത്തു, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് സംഘടിപ്പിച്ച ഹദീസുകൾ ഈ ഉസ്താദിനൊക്കെ വായിച്ചു കൊടുത്തു, ഉസ്താദ് അത് കേട്ടു, അതെ എന്ന് മൂളി. എന്നാൽ അവിടെ പലരും അഖ്ബറന എന്ന് പറയണം എന്ന് പറഞ്ഞുകൊടുത്ത് ഇമാം ബുഖാരി അവിടെയും ഹദ്ദസന എന്ന് പറയാ. അല്ലെങ്കിൽ ഉസ്താദ് ഇജാസത്ത് കൊടുത്തു വിട്ടു, ഈ കിതാബ് നീ പോയി ദർസ് നടത്തിക്കോ, ഇതെല്ലാത്തിലുള്ളതെല്ലാം ഞാൻ സഹിയാക്കിയതാണ്, എനിക്ക് റിവായത്ത് ചെയ്ത് കിട്ടിയതാണ്, ഇത് നീ റിവായത്ത് ചെയ്തോണ്ട് ഇജാസത്ത് കൊടുത്തു. ആ ഇജാസത്ത് കൊടുത്താലും ഹദ്ദസന എന്ന് പറയാ, സമി അഖ്ബറന എന്ന് പറയാ, ഏതും പറയാ, അംബാന എന്നും പറയാം, വ്യത്യാസമില്ല. അങ്ങോട്ട് ഓതി കൊടുത്താലും അവിടുന്ന് ഇങ്ങോട്ട് ഓതി തന്നാലും ഇത് നീ ദർസ് നടത്തിക്കോ ഇജാസത്ത് തന്നാലും അവിടെ എല്ലാം ഈ പ്രയോഗം പ്രയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്ത് മദ്ഹബ് ശൈലി. പിന്നെ അതുപോലെ തന്നെ ഒരാൾ കേട്ടാലും പല ആൾ കേട്ടാലും ഹദ്ദസന എന്നും ഹദ്ദസനി എന്നും പറയാം. നേരത്തെ ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ട് മറ്റേ ഇസ്നാദല്ല, മുസ്ലിം ഒറ്റക്കൊരാളെടുത്ത് പോയി ഹദീസ് പറഞ്ഞാൽ ഹദ്ദസനീനെ പ്രയോഗിക്കുള്ളൂ. ഇമാം മുസ്ലിമിൻ്റെ കൂടെ വേറെ ആളുണ്ടെങ്കിൽ അവർ ഹദ്ദസന എന്ന് പ്രയോഗിക്കും. അത് ഇസ്തിലാഹികളാണ്, ഓരോരുത്തർ ഇസ്തിലാഹാക്കാം. ഇമാം ബുഖാരി പറയുന്നത് ഹുമൈദി റളിയല്ലാഹു അൻഹു എനിക്ക് പറഞ്ഞത്, അവരുടെ ഉസ്താദായ സുഫ്യാൻ ഇബ്നു ഉയൈന പറഞ്ഞു കൊടുത്തത് അംബാനയും ഹദ്ദസനയും അഖ്ബറിനെയും സമയത്തും ഒക്കെ ഒരേ അർത്ഥത്തിന് തന്നെയാണ്. അവരുടെ വക്കലിൽ ഈ ഹദീസ് കിട്ടിയെന്ന് അതിനർത്ഥമുള്ളൂ. അതിന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വാദിഖുൽ മസ്തൂഖ്. അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രയോഗിച്ച പ്രയോഗമാണ് ഹദ്ദസനാ. വഖാല ഷഖീഖുൻ അൻ അബ്ദില്ലാഹ്. ഷഖീഖ് എന്നവർ അബ്ദുള്ള എന്ന് ഇത്ലാഖാക്കിയാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അവരെ തൊട്ട് ഷഖീഖ് എന്നവർ പറഞ്ഞു സമിഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കലിമതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു ഒരു വചനത്തെ. സമയത്തു എന്ന് പ്രയോഗിച്ചു അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു. വഖാല ഹുദൈഫത്തു സാഹിബു സീരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫത്തുൽ യമാൻ, അവർ പറഞ്ഞു ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസൈനി. നബി തങ്ങൾ നമ്മൾക്ക് രണ്ട് ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഹദ്ദസന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മൂന്നും ഇമാം ബുഖാരി സനദ് പറയാതെ പറഞ്ഞതായതുകൊണ്ട് മുഅല്ലഖായ ഹദീസുകളാണ്. വഖാല ഇബ്നു മസ്ഊദ് നേരെ സ്വഹാബിനെ പറഞ്ഞേക്കാണ്, സനദിനെ പറഞ്ഞിട്ടില്ല. വഖാല ഷഖീഖുൻ വഖാല ഹുദൈഫത്തു. അവിടെ ഇടയിലുള്ള ബുഖാരിയുടെയും ഇവിടെ ഇടയിലുള്ള ആളെ പറയാത്തതുകൊണ്ടാണ് മുഅല്ലഖായ ഹദീസ്. ഈ ഹദീസ് എല്ലാം ഇമാം ബുഖാരി തന്നെ പല സ്ഥലത്തും അത് മുത്തസിലായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വഹീഹാണ്, മുത്തസിൽ സ്വഹീഹാണ്. ഇവിടെ മുഅല്ലഖാണെങ്കിൽ യഥാർത്ഥത്തിൽ മുത്തസിലുമാണ്, സ്വഹീഹ ഹദീസുകളാണ്. വഖാല അബുൽ ആലിയ عن ابن عباس عن النبي صلى الله عليه وسلم فيما يروي عن ربه. ബഹുമാനപ്പെട്ട അബുൽ ആലിയ കാര്യമായ മുഹദ്ദിസാണ്. അവർ പറയാണ് അൻ ഇബ്നു അബ്ബാസിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഞാൻ റിവായത്ത് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് നബി തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു. ഫീമാ യർവി അൻ റബ്ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ റബ്ബിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്നൊരു ഹദീസിലായും കൊണ്ട് അതുറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും സ്വന്തമായി പറയില്ല. പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. മാ യന്തിഖു അനിൽ ഹവ മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അപ്പോൾ നബി തങ്ങൾ എന്ത് പറഞ്ഞാലും അത് വഹിയാണ്, അള്ളാഹുവിനെ തൊട്ടാണ്. വളരെ ചില്ലറ കാര്യങ്ങൾ മാത്രം മിഅ്റാജിൻ്റെ രാത്രിയിൽ അതുപോലെയുള്ള ചില സ്വപ്നങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ തൊട്ട് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ജിബ്രീൽ മുഖേനയാണ്. എന്നാലും അവിടെ പ്രത്യേക ചർച്ചകളുണ്ട് ഇമാമിങ്ങൾക്ക്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് അള്ളാഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെയും നബിൻ്റെയും ഇടയിൽ ജിബ്രീൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുഅന്നായ ഹദീസിൽ ഇടക്കുള്ള ആളുകൾ ഇന്നാളായിരിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഹദീസ് മുത്തസിലാണ്, അത് സ്വഹീഹാണ്. അത് പറയാത്തതുകൊണ്ട് കുറ്റമില്ല, അത് പ്രശ്നമില്ല. റസൂലുള്ളാഹിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ജിബ്രീൽ ഉണ്ടാകും, അത് പറയണമെന്നില്ല.
എങ്കിൽ നബി തങ്ങൾ എന്ത് പറഞ്ഞാലും ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ മതി. അൻ റബ്ബിഹി എന്ന് പറയണമെന്നില്ല. കാരണം അള്ളാഹു തൊട്ട ആൾക്കാർ ഉറപ്പാണ്. ഇപ്പം മുഅൻഅനായ ഹദീസ് ആരെ തൊട്ടാണോ അന്നുപയോഗിച്ച് പറഞ്ഞത് അൻ ഇബ്നു അബ്ബാസ് എന്ന് അബുൽ ആലിയ പറയുമ്പോൾ അബുൽ ആലിയ ഇബ്നു അബ്ബാസ് അവളെ കണ്ടിട്ടുണ്ടോ ഇല്ലേ നോക്കിയാൽ മതി. ഇബ്നു അബ്ബാസിൻ്റെയും അബുൽ ആലിയൻ്റെയും ഇടയിൽ വേറെ ആളുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വിശ്വസ്തരായി വരും. അവർ തമ്മിൽ കാണാൻ സാധ്യതയുള്ളവരാണെങ്കിൽ. ഇബ്നു അബ്ബാസും അബുൽ ആലിയും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ അൻ ഇബ്നു അബ്ബാസ് എന്ന് പറയുമ്പം ഇടയിൽ ആളുണ്ടെങ്കിൽ തന്നെ അത് വിശ്വസ്തരാണെന്ന് വെച്ചിട്ട് വെക്കണം. എന്ത് ചെയ്യേണ്ടയില്ല, അവിടെ ഇടയിലുള്ള ആൾ ഏറാകും എന്താകും അടിയിലുള്ള ആൾ ഉണ്ടായിക്കൊണ്ടിരിക്കൂലേ എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ല. എന്ത് അബുൽ ആലിയൻ ഇബ്നു അബ്ബാസ് തങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇബ്നു അബ്ബാസ് നബി തങ്ങളും കണ്ടു എന്നുള്ള ഉറപ്പാണല്ലോ. പിന്നെ നബിൻ്റെ ഇബ്നു അബ്ബാസിൻ്റെ ഇടയിൽ വേറെ ആൾ ഉണ്ടായിക്കൂടെ എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടുമാണ് ഇമാം ബുഖാരി ഈ ഒരു ഉദാഹരണം കൂടി ഇവിടെ കൊണ്ടുവന്നത്. ഇത് വലിയ ചർച്ചയുള്ള വിഷയങ്ങളാണ്. وقال أنس عن النبي صلى الله عليه وسلم يرويه عن ربه عز وجل. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മുഅല്ലഖാണ്. عن النبي صلى الله عليه وسلم يرويه عن ربه عز وجل. അനസ് റളിയല്ലാഹു പ്രയോഗമാണ്. ഞാൻ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടാണ്. നബി തങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നബി തങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടാണ്. അന്നാനത്ത് ഉപയോഗിച്ച് പറയാം. വഖാല അബൂ ഹുറൈറത്ത, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ യർവീഹി അൻ റബ്ബിക്കും അസ്സ വജൽ. കണ്ടോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യർവീഹി അൻ റബ്ബിക്കും അസ്സ വജൽ. നബി തങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണ്ട കാര്യം പറയലുണ്ട്. കാരണം നബി തങ്ങൾ എന്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാഹു തൊട്ടായിട്ടേ വരുള്ളൂ, അല്ലാഹുവിനെ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പോൾ ഈ ഹദീസ് അവസാനത്തെ ഈ പ്രയോഗം കൊണ്ട് ഇവിടെ അൻ ഇബ്നു അബ്ബാസിൻ അനിൻ നബിയ്യി വഖാല അനസുൻ അനിൻ നബിയ്യി യർവീഹി അൻ റബ്ബിഹി അസ്സ വജൽ. ഖാല അബൂ ഹുറൈറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യർവീഹി അൻ റബ്ബിക്കും അസ്സ വജൽ. ഇവിടെയെല്ലാം ഹദീസുകൾ മുഅൻഅനായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഈ അനുഹും തൊന്മിൽ പരസ്പര ബന്ധമുണ്ടായി കണ്ടു എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യാം, അംഗീകരിക്കാം. കണ്ടു എന്ന് തെളിയണം. അത് ഇമാം ബുഖാരി മുസ്ലിം തമ്മിലുള്ള ഖിലാഫുള്ള വിഷയമാണ്. അത് കണ്ടു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ മുഅൻഅനായ ഹദീസ് സ്വീകരിക്കാം എന്ന് എനിക്ക് തെളിവായിട്ടാണ് ഇമാം ബുഖാരി ഈ മുഅല്ലഖായ ഹദീസുകൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരിയോ റഹിമഹുല്ലാഹു തആല വനഫഅനാ ബിഉലൂമി. حدثنا قتيبة قال حدثنا إسماعيل بن جعفر عن عبد الله بن دينار عن ابن عمر رضي الله عنهما وعنهم أنه قال قال رسول الله صلى الله عليه وسلم إن من الشجر شجرة لا يسقط ورقها وإنها مثل المسلم فحدثوني ما هي. فوقع الناس في شجر البوادي. قال عبد الله رضي الله عنه ووقع في نفسه أنها النخلة فاستحييت. ثم قالوا حدثنا ما هي يا رسول الله. قال هي النخلة. ഈ ഹദീസിൽ മഹാന്മാരായ റാവിമാർ, ഒന്ന് കുത്തൈബ, അവരെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അവരുടെ ഉസ്താദ് ഇസ്മായിൽ ഇബ്നു ജഅഫർ അവരെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്.
മൂന്നാമത് അവരുടെ ഉസ്താദ് അബ്ദുല്ലാഹിബിൻ ദീനാർ, അവരെ പറ്റിയും ചർച്ച ചെയ്തു. പിന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്തു പോയിട്ട് 5 ആളെ പറ്റിയും ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. ഖുത്തൈബ, ഇസ്മായിൽ ജാഫർ, അബ്ദുല്ലാഹിബിൻ ദീനാർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഖാല അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന മിനശ്ശജരി, തീർച്ചയായും മരത്തിൽപ്പെട്ടതാണ്, ഷജറത്തുൻ, ഇന്ന മിനശ്ശജർ, ഷജർ ഇസ്മു ജീൻസ് ജംഇയ്യാണ്. ഷജർ 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 ഷജറത്ത് എന്ന ഒറ്റ മരം, ഷജർ എന്ന് പറഞ്ഞ മരങ്ങൾ. അപ്പോൾ മരങ്ങളിൽപ്പെട്ടതാണ് ഷജറത്ത്. ഇന്ന മിനശ്ശജരി ഷജറത്ത്, ഇന്ന മിനശ്ശജരി ഷജറത്തൻ, ഒരു മരം. എങ്ങനെയുള്ള മരമാണ്? ലാ യസ്കുതു വറഖുഹ, അതിൻ്റെ ഇലകൾ കൊഴിഞ്ഞാടൂല. വഇന്നഹ, തീർച്ചയായും ആ മരം, മസലുൽ മുസ്ലിമി, അവിടെ മസല് എന്നൊരു റിവായത്തുണ്ട്, മിസ്ലു എന്നൊരു റിവായത്തുണ്ട്. മുസ്ലിമിൻ്റെ മാതിരിയാണ് ആ മരം. മസല് പറഞ്ഞാലും പോലെ എന്നർത്ഥമുണ്ട്, മിസ്ലു പറഞ്ഞാലും പോലെ ഉണ്ട് എന്ന്. മസലിലേക്ക് പിന്നെ ഉപമ എന്നർത്ഥം വെക്കലുണ്ട്, ഈ പഴമൊഴി എന്ന് അർത്ഥം വെക്കലുണ്ട്. ഇവിടെ മിസ്ലുൽ മുസ്ലിമി, മുസ്ലിം പോലെയാണ് ആ മരം. ഫഹദ്ദിസൂനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുക, മാ ഹിയ, ആ മരം ഏതാണ്? മരങ്ങളെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ ഇല കൊയ്യൂല, അങ്ങനെയുള്ള മരമാണ്. ആ മരം മുസ്ലിമിൻ്റെ മാതിരിയാണ്. ഫഹദ്ദിസൂനി മാ ഹിയ, ആ മരം ഏതാണ് എന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുക. റസൂലുള്ളാഹി പറയാണ്, ഫവഖഅ അന്നാസു, അപ്പോൾ ജനങ്ങൾ സംസാരിച്ചു, ഫി സജരിൽ ബവാദി, ബാദിയത്തിലുള്ള മലമ്പ്രദേശത്തിലുള്ള പല മരങ്ങളിലായി അവർ പ്രവേശിച്ചു. അത് ബാദിയത്തിലുള്ള പല ഇന്ന മരമായിരിക്കും, ഇന്ന മരമായിരിക്കും, ഇന്ന മരമായിരിക്കും എന്ന് പറഞ്ഞു. ഖാല അബ്ദുല്ലാഹ്, നമ്മുടെ റാവിയായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റാവി തന്നെയാണ് അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി മസ്ഊദ് അല്ല, അബ്ദുല്ലാഹിബിൻ ഉമർ. വവഖഅ ഫീ നഫ്സി, എൻ്റെ മനസ്സിൽ വാക്ക് സംഭവിച്ചു, അന്നഹ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ മരം അന്നഖ്ലതു, ഈത്തപ്പനയാണ് എന്നെൻ്റെ മനസ്സിൽ വന്നു. ഫസ്തഹിയൈതു, ഞാൻ പറയാൻ മറന്നു, മടിച്ചു, ലജ്ജ കാട്ടി. ലജ്ജ കാട്ടാനുള്ള കാരണം 10 ആളാണ് സാസിലുള്ളത്. അതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. ഉള്ളവരൊക്കെ എന്നേക്കാളും പ്രായം കൂടിയവരാണ്, വലിയ വലിയ ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ചാടി പറയണ്ട എന്ന് മനസ്സിലാക്കി ഞാൻ ലജ്ജിച്ചു. സുമ്മ ഖാലു, പിന്നെ അവർ പറഞ്ഞു, ഹദ്ദിസ്നാ മാ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ആ മരം ഏതാണ് എന്ന് തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഹദീസ് പറഞ്ഞു തരണം. ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഹിയ നഖ്ല, അത് ഈത്തപ്പനയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി ഈ പറഞ്ഞതിൻ്റെ പുറത്ത് 9 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബാബിലടക്കം പറയാൻ പോകുന്നുണ്ട്. ഇതിൽ കുറേ ഫായിദകളുള്ള ഹദീസാണ്. അപ്പോൾ 10 ബാബ് ഈ ഹദീസിന് വേണ്ടി ഇമാം ബുഖാരി ഇട്ടിട്ടുണ്ട്. അതിന് ഓരോരോ ബാബ്, അപ്പോൾ ഹദീസിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ആശയങ്ങൾ ഓരോരോ ബാബുകളായിട്ട് 10 ആശയം ഇതിൽ നിന്ന് പിടിച്ചെടുക്കാനാണ് ബുഖാരി ഇമാം പറയുന്നത്. ബുഖാരി ഇമാമിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഒരു ഹദീസിൽ നിന്ന്
കുറേ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമ്പോൾ അതിനെല്ലാത്തിനും കൂടി ഒരു വട്ടം ഹദീസ് പറയില്ല ചെയ്യാം. ഹദീസ് അസ്ലും ബി റസിയായിട്ട് തന്നെ ഓരോരോ വിഷയത്തിനും ഒരേ ഹദീസ് പലവട്ടം കൊണ്ടുവരും. അത് തക്രാറല്ല, അത് വിഷയത്തിനൊക്കെ തെളിവായിട്ട് ഹദീസ് വരും. അതെന്നെ ഓതുകയാണ്, പല ഭാഗങ്ങളായിരിക്കും പിടുത്തുണ്ടാകുക. ഇവിടെ നമ്മുടെ വാബ് ഹദ്ദസനാന്ന് പറഞ്ഞാലും അഖ്ബറനാന്ന് പറഞ്ഞാലും അംബാനാന്ന് പറഞ്ഞാലും സമീഅത്തു എന്ന് പറഞ്ഞാലും അന്നുപയോഗിച്ചാലും ഒക്കെ തുല്യം തന്നെയാണ്. ഒരാളത്തോട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ഈ വാക്കുകളെല്ലാം പ്രയോഗിക്കാം. ഇതിൽപ്പെട്ട ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചായിരിക്കണം പറയേണ്ടത്. എനിക്ക് തെളിവായിട്ടാണ് ഈ ഹദീസുകൾ ഉപയോഗിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു ഫഹദ്ദിസൂനി. അവിടെ ഹദ്ദിസൂനി എന്നാണ് പ്രയോഗിച്ചത്. സ്വഹാബത്തുകൾ പറയാണ് ഹദ്ദിസ്നാ മാഹിയ യാ റസൂലല്ലാഹ്. അവിടെ ഹദ്ദിസൂനിന്നോ ഹദ്ദിസ്നാന്നോ ഹദ്ദസനയിൽ നിന്ന് പോകുന്ന വാക്കുകളെയാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. വിഷയം പറഞ്ഞു കൊടുക്കൽ എനിക്ക്. അപ്പോഴാ ചോദ്യം വരും, ഇതിലൂടെ അംബാനോടെ അഖ്ബറിനോടെ സമീഅത്തോടെ ഇവിടെ ഹദ്ദിസൂനി എന്നല്ലേ ഉള്ളൂ. അവിടെയാണ് ഇമാം ബുഖാരിയുടെ ദിക്കത്ത്. എന്താ, ഈ ഹദീസ് ബുഖാരിയിൽ തന്നെ ഞാൻ പറഞ്ഞു 9 സ്ഥലത്ത് വരുന്നുണ്ട്. ആ വരുന്ന പല സ്ഥലങ്ങളും പരിശോധിക്കണം. അവിടെ മഹാന്മാരായ മുഹദ്ദിസീങ്ങളായ അയിമ്മത്ത് റാവികൾ അവർ ചില റിവായത്തിൽ പറഞ്ഞിട്ടുള്ളത് ഹദ്ദിസൂനി എന്നോർത്ത് അഖ്ബിറൂനീന. സുമ്മകാലോ പിന്നെ ഒരു പറഞ്ഞു ഹദ്ദിസിന എന്നടുത്ത് അഖ്ബിർന എന്ന റിവായത്ത് കാണാം. വേറെ റിവായത്തിൽ കാണാം ഹദ്ദിസൂനി എന്ന് അംബിഊനി. ഇവർ തിരിച്ച് ചോദിക്കുന്നു സുമ്മകാലോ അംബിന അംബിന. അപ്പം എന്ത് മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിച്ച വാക്ക് ഹദ്ദിസൂനി എന്നാണ്. അതിനെ മഹാന്മാരായ അയിമ്മത്തുകൾ അവരെന്ത് ചെയ്തു? മഅന കൊണ്ട് റിവായത്ത് ചെയ്യാം എന്ന് പറയുന്ന ഇമാമിങ്ങൾ ഇതേ ആശയത്തിനുള്ള മറ്റു വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അയ്യർത്ഥം എന്താ? റസൂലുള്ളാഹി പറഞ്ഞത് ഹദ്ദിസൂനി എന്നാണെങ്കിൽ അഖ്ബിറൂനി എന്നതും അംബിഊനി എന്ന് പറഞ്ഞതും എല്ലാം അതേ അർത്ഥത്തിനേക്കുള്ളതാണ്. പൗരർത്ഥങ്ങൾ വെക്കേണ്ടതില്ല. ഇമാം ബുഖാരിയുടെ വാദങ്ങളും. അപ്പോൾ ഈ ഒരു ഹദീസിൽ നിന്ന് ഹദ്ദിസൂനി ആണെങ്കിലും ഇതിൻ്റെ മറ്റ് സനദുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇമാം ബുഖാരി കൊണ്ടുവന്നതിൽ പല പ്രയോഗങ്ങളായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നാണെന്ന് അതെല്ലാം ജമ്മു ചെയ്യുമ്പോൾ മനസ്സിലാകും. എന്നല്ലാതെ ഇമാം ബുഖാരി ബാബ് വന്നിട്ട് ഒരു ഹദീസൂനി പറഞ്ഞുകൊണ്ട് ഇതിന് തെളിവായോ എന്നുള്ള ചോദ്യത്തിലേക്ക് ഒരു പ്രസക്തിയില്ല. ബുഖാരിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനിക്ക് അത് നഖ്ലത്താണെന്ന് ബോധ്യപ്പെടാനൊരു കാരണമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സദസ്സിൽ വെച്ചിട്ട് ഒരാൾ ഈത്തപ്പനയെ വെട്ടിയിട്ട് അതിൻ്റെ ഓലകളെല്ലാം വെട്ടിമാറ്റിയതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലുണ്ടാകും കരിമ്പ് എന്ന് പറയുന്ന ഒരു സാധനം. സാധാരണ തെങ്ങെല്ലാം പൊട്ടിയാലുണ്ടാവും. അതിൻ്റെ മണ്ടയിലുണ്ടാകുന്ന ഒരു ഇളമ്മ സാധനം. നമ്മുടെ പ്രദേശത്ത് തെങ്ങിൻ്റെ കരിമ്പ് എന്നറിയും. അത് ചവച്ച് തിന്നാൻ നല്ല രസമാണ്. ഈ ഇളം മധുരത്തോടു കൂടെ കഴിക്കാൻ നല്ല രസമുള്ള സാധനമാണത്. ആ സാധനം ഈത്തപ്പനക്കും ഉണ്ടാകും. അത് നബി തങ്ങൾക്ക് കൊണ്ടുവന്നിടത്തുമ്പോൾ നബി തങ്ങൾ അത് തിന്നുക. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബി തങ്ങൾ ഇന്ന മിന ഷജറ എന്നുള്ള പ്രയോഗം പ്രയോഗിക്കുന്നത്. അതിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇന്ന മരമാണെന്ന് പ്രത്യേകം ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, ഉസ്താദ് ഒരു ഗുരു ശിഷ്യന്മാരോട് എന്തെങ്കിലും കടങ്കഥ രൂപത്തിൽ ചോദിക്കുമ്പോൾ അതിനേക്ക് അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന, ചിന്ത പോവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കണം. അവർക്ക് മനസ്സിലാവണം എന്ന് മനസ്സിലാക്കിയിട്ട്. പിന്നെ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു, മുസ്ലിമിൻ്റെ മാതിരിയാണ് ഈത്തപ്പന എന്ന് പറഞ്ഞതിൻ്റെ വജൂഹ
ശൈഖുന പറയാറ് ഒജിഷബ് തെരഞ്ഞു നടക്കേണ്ടതില്ല, അത് ഹദീസിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എന്താ ഹദീസിൽ പറഞ്ഞില്ല? യസ്കുത്തു വറഖുഹ, ഒജിഷബിലേക്കുള്ള ഇശാറത്താണത്. എന്താ? ഈ തപ്പനയുടെ ഇലകൾ എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും ഈ തപ്പനയുടെ ഓല അതിൽ നിന്ന് വീണു പോകൂല, ഉണങ്ങി പറ്റി പിടിച്ചെടുക്കും. അത് വെട്ടി ഒഴിവാക്കണം, തണ്ട് വെട്ടി ഒഴിവാക്കണം. അതെല്ലാവർക്കും ഈ തപ്പനയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം. ഉണങ്ങിക്കെടുക്കുക, അങ്ങനെ കിടക്കുന്നുണ്ടാകും. അവസാനം കായ് കഴിക്കാനാകുമ്പം അത് കയറിയിട്ട് വെട്ടിയിട്ട് വൃത്തിയാക്കലാണത്. എന്ന മാതിരി മഹാന്മാരായ മുസ്ലിമീങ്ങൾ, ഈമാനുള്ള ആളുകൾ, ആ മുസ്ലിമീങ്ങളുടെ ഈമാനിക്ക്, അവരുടെ ഇസ്ലാമിനിക്ക് എതിരായി എന്ത് സാഹചര്യങ്ങൾ വന്നാലും, എത്ര വലിയ പ്രകോപനങ്ങൾ വന്നാലും, അവരെ ജീവൻ വെടിയേണ്ടി വന്നാൽ പോലും ഈമാനിൽ നിന്ന് വിട്ടുപിരിയാൻ അവർ തയ്യാറാവില്ല. അവരെ ഈമാനെ പോയി ചേർച്ച ഒരാൾക്കും സാധ്യമല്ല. അതാണ് ഈ മുസ്ലിമും മൂമിനും തമ്മിലുള്ള, മുസ്ലിമും ഈത്തപ്പനയും തമ്മിലുള്ള ബന്ധം. അതുപോലെ വേറെയും ബന്ധങ്ങളുണ്ട്. ഹദീസിൽ പറയുന്നുണ്ട്, ഈത്തപ്പനയുടെ എല്ലാ ഭാഗവും അത് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതിൻ്റെ ഇല കത്തിക്കാൻ പറ്റും, പായുണ്ടാക്കാൻ പറ്റും, അത് മറ്റേ ചെറിയ 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 തോതിൽ അത് ഓല വീട് കെട്ടാൻ പറ്റും. പിന്നെ അതിൻ്റെ പാന്തമായി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ തടിമരം പലതിനും ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ പഴമാണെങ്കിലോ ലോകത്ത് എല്ലാ ദിവസവും എല്ലാ കാലവും കിട്ടുന്നതാണ്. പഴം കായ്ക്കലോട് കൂടെ തന്നെ പറിച്ച് തിന്നാൻ പറ്റും. ഏകദേശം മൂപ്പായാൽ റത്തുവായി കഴിക്കാം, തമ്രായി കഴിക്കാം, പല രൂപത്തിൽ കഴിക്കാം, എത്രയും സൂക്ഷിച്ചു വെക്കാം. അങ്ങനെ എന്നെന്നും ലഭ്യമാകുന്ന പഴങ്ങൾ. ഈത്ത പറയുന്നു കായ്ക്കുമെന്നല്ല പറയുന്നത്, അതിൽ കായ്ക്കുന്ന പഴം എന്നെന്നും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ കോലമുള്ളത്. എന്നതുപോലെ മഹാന്മാരായ മുഅ്മിനീങ്ങൾ, അവർക്കുള്ള ബറക്കത്ത്, വകദാലിക ബറക്കത്തുൽ മുസ്ലിമി ആമ്മത്തും ഫി ജമീൽ അഹ്വാൽ, മുസ്ലിമിനൊരു ബർക്കത്തുണ്ട്. ആ ബറക്കത്ത് എന്നെന്നും എപ്പോഴും ഉള്ളതാണ്, എല്ലാ അവസ്ഥയിലും. വനഫ്ഉഹു മുസ്തമിറുൻ ലഹു വലിഗൈരിഹി ഹത്താ ബഅദ മൗതിഹി. ഫത്ഹുൽ ബാരി 178. മൂമിനിനെ കൊണ്ടുള്ള ഉപകാരം അവൻ്റെ സ്വന്തം നഫ്സിനിക്കും മറ്റുള്ളവർക്കും മരിച്ചതിൻ്റെ ശേഷം പോലും ലഭ്യമാണ്. അതാണ് മൂമിന്. മൂമിന് മരിക്കലോട് കൂടെ അവൻ നശിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ അവനിക്കുള്ള ഉപകാരം അവനെ കൊണ്ടുണ്ട്, അവൻ്റെ റൂഹിനിക്കും അവനെ കൊണ്ട് ഉപകാരമുണ്ട്. അത് വളരെ വ്യക്തമാണ്. ഓരോരുത്തരും അവരവർക്ക് ഉപകാരം ചെയ്യും, അവരവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുമെന്നുള്ളത്. അവൻ്റെ ഗുണം അവനിക്കാണ്. പ്രത്യേകിച്ചും മരണത്തിൻ്റെ ശേഷമാണ് മുസ്ലിമിൻ്റെ ഗുണം അവരവർ ആസ്വദിക്കുന്നത്. അതോടുകൂടെ അവർ മരിച്ചതിൻ്റെ ശേഷം അവർ ബാക്കിയുള്ള ജനങ്ങൾക്ക് പല നിലക്ക് ഉപകാരം ചെയ്യും. അവരെ കൊണ്ട് തവസ്സുലാക്കാം, അതൊരു വലിയ ഉപകാരമാണ്. അവരെ കൊണ്ട് ഇസ്തിഗാസ നടത്താം. ഇനി ഇത് രണ്ടും തന്നെ ഇല്ലെങ്കിലും അവർ പലപ്പോഴും രക്ഷകരായി വരും. മൂമിനുകൾക്ക് രക്ഷകരായി വരും പലപ്പോഴും. അത് പലപ്പോഴും പല സമയത്തും ബോധ്യപ്പെട്ട കാര്യമാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, വനഫ്ഉഹു വകദാലിക ബറകത്തുൽ മുസ്ലിമി ആമ്മത്തുൻ ഫീ ജമീൽ അഹ്വാൽ വനഫ്ഉഹു മുസ്തമിറുൻ ലഹു വലിഗൈരിഹി ഹത്താ ബഅദ മൗതിഹി. ഈ ഒരു വിഷയം വല്ലാത്തൊരു ഹദീസാണത്. മൂമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചു, അവൻ മരിച്ചു, ജീവിച്ചാലും മരിച്ചാലും അവനിക്ക് കൊണ്ട് ഗുണമുണ്ട്, മറ്റുള്ളവർക്കും അവൻ്റെ ഗുണമുണ്ട്. പല നിലക്കുള്ള ഗുണങ്ങൾ അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം.
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, മൂമിൻ ഈത്തപ്പന പോലെയാണ്, അതിൻ്റെ ഓല ഒരു കാരണവശാലും വീണു പോകൂല, എപ്പോഴും അതിൻ്റെ ഉപകാരം എന്നെന്നും നിലനിൽക്കുന്നതാണ്. അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുമുണ്ട്, അത് ആ പ്രയോഗം തന്നെ വന്നിട്ടുണ്ട്. ഇന്ന മിനശ്ശജരി ലമാ ബറകതുഹു കബറക്കത്തിൽ മുസ്ലിമിൻ്റെ ബർക്കത്ത് പോലെയാണ് മരത്തിൻ്റെ ബർക്കത്ത്. ആ മരം ഏതാണ്? മുസ്ലിമിനോട് ഖിയാസാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. മുസ്ലിമിൻ്റെ മാതിരിയാണ് ആ മരം. മുസ്ലിമിൻ്റെ ഉപകാരം എന്നെന്നുമുള്ളത് പോലെ ആ മരത്തിൻ്റെ ഉപകാരം എന്നെന്നും നിലനിൽക്കും. അത് അങ്ങനെ തന്നെ നിന്നാലും അത് മുറിച്ച് മാറ്റിയാലും അതുകൊണ്ട് ഉപകാരമുണ്ട്. ഇത് വളരെ സൂക്ഷിക്കേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹദീസാണിത്. മുസ്ലിമീങ്ങൾക്ക് അവർ ജീവിക്കുന്ന കാലത്തും അവർ മരിക്കുന്ന കാലത്തും അവർക്കും മറ്റുള്ളവർക്കും അവരെ കൊണ്ട് ഉപകാരമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല റിവായത്തുകളും അവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി പറഞ്ഞത് ഇങ്ങനെയാണ്: തസ്ബീഹു ബൈനഹുമാ മിൻ ജിഹത്തി അന്നാസില ദീനിൽ മുസ്ലിമി സാബിത്തുൻ وأن ما يستر عنه من العلوم والخير قوت للأرواح مستطاب وأنه لا يزال مستورا بدينه وأنه يندفع بكل ما يستر عنه حيا أو ميتا. ഖുർത്തുബിൻ്റെ ഭാഗത്ത് 179 ഒക്കെ കാണാം. അപ്പം മൂമിന് എന്ന് മുസ്ലിം എന്ന് പറയുന്നത് അവർക്ക് ജീവിതകാലത്ത് മാത്രം അല്ല, അവർക്കും മറ്റുള്ളവർക്കും അവരെ കൊണ്ടുള്ള ഉപകാരം ജീവിതകാലത്തുള്ള മാതിരി തന്നെ മരണത്തിന് ശേഷം പ്രത്യേകിച്ചുമുണ്ട്. ഈത്തപ്പന മരത്തിനോട് ആ മരമായി നിൽക്കുമ്പോൾ അതിൻ്റെ ഉപകാരമുണ്ട്. അത് തണൽ കൊള്ളാം, കായ കായ്ക്കാം. ഇങ്ങനെയുള്ളതാണെങ്കിൽ അത് വെട്ടിമാറ്റിയാൽ അതുകൊണ്ട് താമസിക്കാനുള്ള വീടുകൾ എടുക്കാം, ചുയികകളാക്കാം. മരത്തിൻ്റെ പല ഉപകാരങ്ങളും അതുകൊണ്ട് നടക്കും. അപ്പം അത് വെട്ടിമാറ്റിയതിൻ്റെ ശേഷമായേക്കാം കൂടുതൽ ഉപകാരമുണ്ടാകുന്നത് നിൽക്കുന്നതിനേക്കാൾ എന്നത് നിലനിൽക്കുന്നത്. ഇതുപോലെയാണ് മുസ്ലിം. ഇമാമിങ്ങൾ പറഞ്ഞ വിധമാണ് വളരെ മനസ്സിലാക്കേണ്ടതാണ്.